ഇന്ത്യ സഖ്യത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ നയിച്ചേക്കും. സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ ചേർന്ന നിർണായക യോഗത്തിൽ നേതൃസ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടു. മമതാ ബാനർജിയുടെയും അഖിലേഷ് യാദവിന്റെയും നിലപാട് കൂടി അറിഞ്ഞ ശേഷമേ പ്രഖ്യാപനം ഉണ്ടാകൂ. ബൽറാം നുരങ്ങടി ബൽറാം, ഇന്ത്യ സഖ്യത്തിനപ്പോൾ കുറച്ചുകൂടി ഒരു സംഘടിത ഓർഗനൈസ്ഡ് സ്വഭാവം അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് കൈവരുന്നു ഈ ദിവസങ്ങളിലല്ലേ? ഹഷ്മി, ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വലിയ തിരിച്ചടിക്ക് ശേഷം കോൺഗ്രസ് തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഏകോപനത്തിന് നേതൃത്വം നൽകുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ നേതാക്കളെ എല്ലാം തന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിലും ഒപ്പം തന്നെ ഈ മുന്നണിയുടെ ഏകോപനവും വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് ഒരു യോഗം ഓൺലൈനിൽ ചേർന്നത്. ഈ യോഗത്തിൽ ഈ മുന്നണിക്ക് ഒരു നേതാവ് വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് നിതീഷ് കുമാർ ആയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത് യോഗം തുടങ്ങും വരെ. എന്നാൽ യോഗത്തിൽ നിതീഷ് കുമാർ എടുത്ത നിലപാട് അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹം തനിക്ക് യാതൊരു പദവിയും വേണ്ട എന്നും എന്നാൽ ഒരു ശക്തമായ പ്രതിപക്ഷ നിര അല്ലെങ്കിൽ BJPക്കെതിരെ ഒരു ബദൽ രൂപീകരിക്കുകയാണ് തന്റെ ആവശ്യമെന്നും അതിനായി ഈ സഖ്യത്തിന്റെ നേതൃത്വം കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണമെന്നും ഉള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. തുടർന്നാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ ഭൂരിഭാഗവും കോൺഗ്രസിൽ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ഈ സഖ്യത്തെ നയിക്കട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇത് തത്വത്തിൽ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മമതാ ബാനർജി ഇന്നത്തെ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഔദ്യോഗികമായ തിരക്കുകളെ തുടർന്നാണ് വിട്ടുനിൽക്കുന്നതെന്നാണ് മമതയുടെ വിശദീകരണമുള്ളത്. മമതയും അഖിലേഷ് യാദവുമായി ആലോചിച്ച ശേഷം ഔദ്യോഗികമായി ഈ പേര് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് ഈ ഇന്ത്യ സഖ്യത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കാനാണ് നിലവിൽ തീരുമാനമുള്ളത്. ഇതോടൊപ്പം തന്നെ സഖ്യം ശക്തിപ്പെടുത്തണം അടിത്തട്ടിൽ എന്ന നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. സീറ്റ് വിഭജനത്തിന്റെ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച വിശദമായ ചർച്ചകൾ BJPക്കെതിരെ ഒരു ശക്തമായ ഒരു നിര രൂപീകരിക്കുകയാണ്. ആ ഉദ്ദേശം മുൻനിർത്തിയാണ് സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടത് എന്ന നിർദ്ദേശം പല പാർട്ടികളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ ബംഗാളിലെ സീറ്റ് ചർച്ച ഉൾപ്പെടെ ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. മമതാ ബാനർജി ഒരു ഉപാധി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ബംഗാളിൽ കോൺഗ്രസിന് 2-ൽ നിന്നും 3 സീറ്റുകൾ വർദ്ധിപ്പിക്കാം, എന്നാൽ അതിന് പകരമായി അസമിലും മേഘാലയയിലുമായി 3 സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യമാണ്. ഇതടക്കം പല പാർട്ടികളുമായി ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സീറ്റ് ചർച്ചകൾ എത്തിയിട്ടില്ല. ഇതുൾപ്പെടെ എത്രയും വേഗം തന്നെ പൂർത്തിയാക്കി പ്രചരണത്തിലേക്ക് കടക്കണമെന്ന നിർദ്ദേശവും ഈ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ഹഷ്മി, ബൽറാം നുരങ്ങടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.